ആനി രാജ പ്രതികരിക്കാനായി ടെലിഫോണിൽ. ശ്രീമതി ആനി രാജ, ഇപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുക? കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു സമാരാധനായ മുതിർന്ന നേതാവിനെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതിന്റെ ഗവൺമെന്റിനെയും വെസ്റ്റ് ബംഗാളിൽ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വലിയ ഒരു നഷ്ടമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിലൂടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാം. എല്ലാവരോടും വലിയ സ്നേഹത്തിലും ഒക്കെ ഇടപഴകുന്ന ഒരു, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് അത്തരത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ പതിവായി കാണാറില്ലെങ്കിലും എപ്പോഴെങ്കിലും ബംഗാളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഡൽഹിയിൽ അദ്ദേഹം വരുമ്പോഴോ ഒക്കെ കണ്ടിട്ടുള്ള അവസരങ്ങളിലൊക്കെ തന്നെ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ തന്നെ നമ്മളോടൊക്കെ സംസാരിക്കുകയും അതുപോലെ സാധാരണക്കാരനോട് ഇടപഴകുകയും ചെയ്യുന്ന ലളിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇടതുപക്ഷ നേതാവ്, അദ്ദേഹത്തെ നഷ്ടമായിരിക്കുകയാണ്. ഈ നഷ്ടത്തിൽ ഒരു എന്താണ് പറയുക, ഇത് അതുപോലെ ആ ഒരു ജനറേഷൻ ജീവിതം, അത് പുതുതലമുറ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ പകർത്തേണ്ടതും ആ രീതിയിലൂടെ സഞ്ചരിക്കേണ്ടതുമുണ്ട്. പുതിയ തലമുറയിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് പ്രത്യേകിച്ച് എന്നുള്ളതാണ് ഈ അവസരത്തിൽ. അതൊക്കെ അത്തരത്തിലുള്ള ഒന്നായിരിക്കും അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ആനി രാജ പ്രതികരിച്ചതിന്.